ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് അടുത്ത് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലാതെ അതിൻ്റെ നേച്ചറിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കില്ല. ഓക്കെ, അത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ മാത്രം ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിളുള്ള ഷുഗർ സൊല്യൂഷൻ എടുക്കുവാണ്, അതുപോലെ യൂറിയ എടുക്കുവാണ്, സോൾട്ട് എടുക്കുവാണ്. ഇവരെല്ലാം വേറെ വേറെ ആളുകളാണ് അല്ലേ, ഇവരുടെയൊക്കെ ഫങ്ഷൻ വേറെ വേറെയാണ്. ഇവരെയൊക്കെ സെയിം കോൺസെൻട്രേഷനിൽ ഞാൻ കലക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് സെയിം എമൗണ്ട് ഓഫ് വോള്യത്തിൽ അത് ഒരേപോലത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇട്ട് ഞാൻ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇവരാളുകൾ വേറെ വേറെ ആണെങ്കിലും ഇവരുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, അത് എന്തിനു മാത്രം ഡിപ്പെൻഡൻ്റ് ആണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആണ് ഇൻ എ ഗിവൺ വോള്യൂം ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അതായത് ആ ഒരു മോൾ ഫ്രാക്ഷനിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിളിലോ കോൺസെൻട്രേഷനിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ എന്തിൽ ഡിപ്പെൻഡൻ്റ് അല്ല, അതിൻ്റെ നേച്ചറിൽ ഡിപ്പെൻഡൻ്റ് അല്ല, ആരെ എടുത്തു എന്നുള്ളതിൽ ഡിപ്പെൻഡൻ്റ് അല്ല. ആളിൻ്റെ എമൗണ്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെ നമുക്ക് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് തോന്നും ചില ചോയ്സിലൊക്കെ എഴുതി വെച്ചേക്കും വേപ്പർ പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, പക്ഷേ റിലേറ്റീവ് ലോവറിങ് അല്ലെങ്കിൽ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അതുപോലെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെന്റ്, അതായത് നമുക്കിവിടെ ബോയിലിംഗ് പോയിന്റ് അല്ല കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്, അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. പിന്നെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്, പിന്നെ ഉള്ളത് ഓസ്മോട്ടിക് പ്രഷർ. ഓക്കെ, അപ്പോൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒന്നുകൂടി നോക്കാം. അതിന് മുന്നേ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഡിപ്പെൻഡന്റ് ഓൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഓക്കെ, നോട്ട് ഓൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് വിളിക്കുക? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുക. There are 4 colligative properties. The first one is relative lowering of vapor pressure. Second one is elevation in boiling point of the solvent. Third is depression in freezing point. And fourth is osmotic pressure. Okay, അപ്പോൾ ഇത് 4 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. ഓക്കെ, എപ്പോഴാണ് ഒരു വേപ്പർ പ്രഷറിന് ലോവറിംഗ് വരിക എന്നുള്ളത്? വേപ്പർ പ്രഷർ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, ഒരു പെർട്ടിക്കുലർ സാധനം എടുത്ത് നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇതെന്ത് ചെയ്യും? വോളറ്റൈൽ ആണെന്നുണ്ടെങ്കിൽ ഇത് വേപ്പറൈസ്ഡ് ആവും. അതായത് ഇതിൽ നിന്ന് ലിക്വിഡ് മോളിക്യൂൾസ് എന്തായിട്ട് മാറും? വേപ്പറായിട്ട് മാറും. ഈ വേപ്പർ മോളിക്യൂൾസ് അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഈ ലിക്വിഡ് ഫിലിമിന് മേലെ നിൽക്കും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? താഴോട്ടൊരു പ്രഷർ കൊടുക്കും. ആ പ്രഷറിനെയാണ് എന്തെന്ന് പറയുക? വേപ്പർ പ്രഷർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ എടുത്ത് ഒരു വോളറ്റൈൽ സോൾവെന്റിലോട്ട് ആഡ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ വാട്ടർ ഒരു വോളറ്റൈൽ സോൾവെന്റ് ആണ് അല്ലേ, അതിലേക്ക് കുറച്ച് ഷുഗർ എടുത്ത് ആഡ് ചെയ്തു. ഷുഗർ വോളറ്റൈൽ ആണോ? ഷുഗർ വെറുതെ ഇരിക്കുമ്പോൾ ആവിയായി പോകുന്ന സാധനമാണോ? അല്ല, ഷുഗർ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് ആണ് അല്ലേ. അപ്പോൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കോമ്പോണന്റിനെ എടുത്ത് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വേപ്പർ പ്രഷർ നോർമലായിട്ടും കുറയില്ലേ? കാര്യം എന്താ? ഇതിൻ്റെ ഇടയിലിരിക്കുന്ന ആളുകൾ നേരത്തെ പോയതുപോലെ ഈസി ആയിട്ട് അങ്ങോട്ട് എസ്കേപ്പ് ആയി പോവില്ല. വേപ്പർ ആവുന്ന കുറയുമ്പോൾ എന്തും കുറയും? വേപ്പർ പ്രഷറും കുറയും. അപ്പോൾ പ്യുവർ സോൾവെന്റ് ആയിരിക്കുന്ന വാട്ടറിനെക്കാളും വേപ്പർ പ്രഷർ കുറവായിരിക്കും വാട്ടറും ഷുഗറും കൂടെയുള്ള മിക്സ്ചറിന്. അത് മനസ്സിലായല്ലോ? അതാ ഇവിടെ പറയുന്നത്. അതായത് ഒരു നോൺ വോളറ്റൈൽ, when a non-volatile solute is added in a volatile solvent, the vapor pressure of solution becomes less than vapor pressure of pure solvent. Pure solventന്റെ വേപ്പർ പ്രഷറിനെക്കാളും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്തു പോവും? കുറഞ്ഞു പോവും. ഓക്കെ, ഇനി അതിൻ്റെ കാരണമാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, വേറൊരാൾ കൂടി വന്നല്ലേ, കാനമുള്ള ഒരാൾ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഡെൻസിറ്റി കൂടി. ഓക്കെ, ആൻഡ് ഡെൻസിറ്റി കൂടുമ്പോൾ പിന്നെ പെട്ടെന്ന് എസ്കേപ്പ് ആയി പോകാൻ പറ്റുമോ? ഇല്ല. എവാപ്പറേഷൻ എന്ത് ചെയ്യും? റേറ്റ് ഓഫ് എവാപ്പറേഷൻ കുറയും. ഓക്കെ, അത് വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇനി നമുക്കറിയാം ഈ P0 എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ് അല്ലേ. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്, അത് സൊല്യൂഷനിൽ പോയതിന് ശേഷമുള്ള വേപ്പർ പ്രഷറാണ് P. ഓക്കെ, അപ്പൊ ഈ ലോവറിങ്ങിനെ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുക? ഡെൽറ്റ പി അല്ലേ, ആദ്യം ഉണ്ടായിരുന്നതെന്ന് കുറഞ്ഞു. അപ്പൊ ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിരുന്നതെന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ്? ഇപ്പോൾ ഉള്ളതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉള്ളതാണ് ലോവറിങ്.
നമുക്ക് ലോവറിങ് അല്ലല്ലോ വേണ്ടത്, റിലേറ്റീവ് ലോവറിങ് ആണ് അല്ലേ. അപ്പോൾ ആരെങ്കിലും വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ആരെ വെച്ചിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുക? ആദ്യം ഇരുന്നതിനെ വെച്ചിട്ട്. കണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനിങ്ങനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് റിലേറ്റീവ് ലോവറിങ്. അതായത് ഒരാളെ വെച്ചിട്ട് മറ്റേ ആൾ കുറയുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുക? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുക. വെറും ലോവറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഉണ്ടായിരുന്ന പ്യുവർ കോമ്പോണന്റിന്റെ വേപ്പർ പ്രഷറിൽ നിന്ന് പുതിയ ആളിന്റെ വേപ്പർ പ്രഷറിനെ കുറച്ചാൽ മതി. അതായത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിനെ കുറച്ചാൽ മതി. നമുക്കിവിടെ എന്താ വേണ്ടത്? റിലേറ്റീവ് ലോവറിങ് ആണ്. റിലേറ്റീവ് ലോവറിങ് എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ between lowering of vapor pressure and the vapor pressure of the pure solvent. ഈ ലോവറിങ്ങിന്റെയും പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിന്റെയും റേഷ്യോ ആണ് എന്ത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? ഇവിടെ എഴുതിയേക്കുന്നത്. മനസ്സിലായല്ലോ എല്ലാവർക്കും ഇതുവരെ? എങ്ങനെ ഇതുവരെ കിട്ടി എന്നുള്ളത്? ഓക്കെ, അപ്പോൾ ലോവറിംഗ് ആണ് ഈ പറഞ്ഞ P0 - P എന്ന് പറയുന്നത്. റിലേറ്റീവ് ലോവറിംഗ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പ്യുവർ കോമ്പോണന്റിന്റെ കൂടെ വെച്ചിട്ട് റേഷ്യോ എടുക്കണം. മനസ്സിലായോ? ഇനി ഇതെങ്ങനെയാന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യുവാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ അതിനകത്ത് സൊല്യൂട്ടിനെ B എന്നും സോൾവെന്റിനെ A എന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ അവരുടെ മോൾ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടേതാണെങ്കിൽ കൈ എയും ബിയുടേതാണെങ്കിൽ കൈ ബിയും ആണ്. ഇത് രണ്ടിൻ്റെയും കൂടി സം എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. 2 കോമ്പോണന്റിൻ്റെ ഉള്ളൂ. ഇതൊരു ബൈനറി സൊല്യൂഷനാണ്. അപ്പോൾ കൈ ബിയെ നമുക്ക് എങ്ങനെ പറയാം? കൈ ബി ഈസ് ഈക്വൽ ടു 1 - കൈ എ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കൈ ബി എന്ന് പറഞ്ഞാൽ ആരുടെ മോൾ ഫ്രാക്ഷൻ ആണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പ് റൗൾസ് ലോ അനുസരിച്ച് കൈ എ എന്ന് പറഞ്ഞാൽ എന്താന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ എന്താണ് പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് എന്താണെന്നാ റൗൾസ് ലോ പറയുന്നത്? മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻറ്റു പ്രഷർ ഓഫ് പ്യുവർ കോമ്പോണന്റ് എ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്യുവർ വേപ്പർ പ്രഷർ ഓഫ് എ എന്നുള്ളതാണ് നമ്മൾ റൗൾസ് ലോയിൽ പഠിച്ചത്. ഇത് റൗൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ എക്ക് പകരം ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത്, ഇങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ പി എ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയപ്പോഴാണ് ഈ കൈ എക്ക് പകരം ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം കൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, 1 - കൈ എ ആണ് അല്ലേ. ഈ കൈ എയുടെ സ്ഥാനത്ത് നമ്മൾ പിന്നെ അതിന് പകരം എന്ത് കൊടുത്തു? ഈ ഇക്വേഷൻ എടുത്ത് കൊടുത്തു. ആ ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടിയത്? റൗൾസ് ലോ എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതെന്തായി? പി എ ബൈ P0 അല്ലെങ്കിൽ P0 A ആയി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്? ഇതിന് നമ്മൾ ഇവിടുത്തെ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുവാണ് ചെയ്തത്. അതെങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് എത്തിയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ LCM എടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ LCM എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വണ്ണിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? P0A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് -PA ബൈ P0A. ഓക്കെ, അങ്ങനെയാണ് ഈ സ്റ്റെപ്പിലേക്ക് എത്തിയത്. അതായത് കൈ ബി ഈസ് ഈക്വൽ ടു P0A - PA ബൈ P0A. ഇത് തന്നെയല്ലേ നമ്മുടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്? ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അപ്പോൾ അത് എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു? കൈ ബി. കൈ ബി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമുക്കറിയാം മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷൻ എന്താണെന്ന് അല്ലേ. മോൾ ഫ്രാക്ഷൻ ഓഫ് എനി കോമ്പോണന്റ്. ഓക്കെ, ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എനി കോമ്പോണന്റ്, ഇപ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ ആണെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ആണ്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എങ്ങനെയായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി. അത് തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ഈ കൈ ബിക്ക് പകരം ഈ ഇക്വേഷനിലോട്ട് എത്തിയത് അങ്ങനെയാണ്. അതായത് കൈ ബിയുടെ സ്ഥാനത്ത് എന്ത് എഴുതി? n സ്മോൾ n ആണ് ആരുടെ? കൈ ബിയുടെ, അതായത് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുത്തു. എന്നിട്ട് ക്യാപിറ്റൽ എന്നിനെ സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുത്തു, അതായത് എയുടെ നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് ഈ സൈഡിൽ എന്ത് ചെയ്യുന്ന കൊടുത്തു? ഈ P0 - PA എന്തായിട്ട് എഴുതി? ഡെൽറ്റ പി ആയിട്ട് എഴുതി. ഡെൽറ്റ പി ബൈ P0A. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇക്വേഷൻ ആണ് ശരിക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ. ഓക്കെ, പക്ഷേ ഇനി ഒരുപാട് ഡൈല്യൂട്ട് ആണെങ്കിൽ, സൊല്യൂഷൻ ഒരുപാട് ഡൈല്യൂട്ട് ആണെങ്കിൽ അവിടെ ആര് കൂടുതലായിരിക്കും?
നമ്മുടെ സോൾവെന്റ് കൂടുതലായിരിക്കും അല്ലേ. സോൾവെന്റ് കൂടുതലായിരിക്കുക മീൻസ് ഈ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് സ്മോൾ എന്നിനേക്കാളും ഒരുപാട് വലുതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഡിനോമിനേറ്ററിൽ ഇത്രയും കുഞ്ഞൊരു സാധനം കിടന്നാൽ വലിയ മാറ്റമൊന്നും വരുത്താൻ പോകുന്നില്ല. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിൽ നിന്ന് മാറ്റും. അങ്ങനെയാണ് കൈ ബിക്ക് പകരം എന്തെത്തുന്ന ഈ ഇക്വേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഇക്വേഷനെ വീണ്ടും തിരുത്തി എങ്ങനെ എഴുതാം, സ്മോൾ എൻ ബൈ ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ P0A. അതെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. ഒരുപാട് ഡൈല്യൂഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, സോൾവെന്റ് ഒരുപാട് കൂടുകയും സൊല്യൂട്ട് കുറയുകയും ചെയ്യും. സൊല്യൂട്ട് കുറവായിരിക്കുമല്ലോ. അപ്പോൾ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിന് അവിടെ എന്തില്ല, റെലവൻസ് ഇല്ലാതെയായി. ഓക്കെ, അങ്ങനെ ഈ ഇക്വേഷനിലേക്ക് എത്തി. ഇനി നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അല്ലേ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് ബൈ മോളാർ മാസ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളാർ മാസ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്മൾ ഈ നമ്മുടെ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ സ്മോൾ ഇടാം, സ്മോൾ W ബൈ സ്മോൾ M എന്നും. സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസിനെ എങ്ങനെയാണ്, ക്യാപിറ്റൽ W ബൈ ക്യാപിറ്റൽ M എന്നും. അതാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, വെയിറ്റ് ബൈ മോളാർ മാസ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ എന്നിന് പകരം ഈ വാല്യൂസ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഫൈനൽ ഇക്വേഷനിലോട്ട് എത്തുന്നത്. ഓക്കെ, ഇതിന് W ബൈ M എന്നും താഴത്തേനെ ക്യാപിറ്റൽ W ബൈ ക്യാപിറ്റൽ M എന്നും എഴുതും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഈ ഇക്വേഷനിലോട്ട് എത്തിയത്. ഓക്കെ, എന്നിട്ട് ഓരോന്നായിട്ട് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. സ്മോൾ W എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ്. ക്യാപിറ്റൽ W വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. സ്മോൾ M എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ്. അതുപോലെ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ് ആണ്. ഓക്കെ, എന്നിട്ട് അതിന് എന്ത് ചെയ്തു, ഈ ഇക്വേഷനിലേക്ക് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദേ ഇങ്ങനെ ഈ ഡെൽറ്റ പി ബൈ P0A എന്നുള്ളതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഫൈനൽ ഇക്വേഷനായിട്ട് ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഈ കാൽക്കുലേഷൻസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ചോദിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. താങ്ക് യു.